ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ കോൺഗ്രസിലെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ ഒന്ന് കുരങ്ങ് കളിപ്പിച്ചു. അല്ലെങ്കിലോ ഈ ദിവാസ്വപ്നവും കണ്ടു നടക്കുന്ന ഒരു കോമാളിയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് ഏവർക്കും അറിയാം. സ്വയം അങ്ങൊരു വിശേഷണം കൊടുത്ത് നടക്കുന്നുണ്ട്, ഭാവി പ്രധാനമന്ത്രി എന്നുള്ളത്. അത് 2014 തുടങ്ങിയതാണ്. 2014 തുടങ്ങി 2019 അമിത പ്രതീക്ഷ വെച്ചു താൻ തന്നെ പ്രധാനമന്ത്രി എന്ന്. കേരളത്തിൽ വയനാട്ടിൽ വന്നു നിന്ന് മത്സരിച്ചു. അവിടെ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് അത്. അവിടുത്തെ AICC ആസ്ഥാനത്തെ തൂപ്പുകാരനെ കൊണ്ടുവന്ന് നിർത്തിയാലും വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളിടത്ത് അവിടെ നിന്ന് പപ്പുമോൻ വിജയിച്ചു. അപ്പോൾ 2019 അല്പം പ്രതീക്ഷ കൂടുതലായി. 2019 ആ പ്രതീക്ഷ തകർന്ന് തരിപ്പണമായപ്പോഴാണ് തന്നെ കൊണ്ടിതൊന്നും വയ്യാന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് ഒറ്റ പോക്ക് വിദേശത്തേക്ക്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാണ് വന്നത്. കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് അവിടെ ഇവിടങ്ങളിലൊക്കെ ആരൊക്കെയോ പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കൊടുക്കുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ട്, തിരിച്ചു വരും. പിന്നെയോ ആ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ആ സ്വയം വിശേഷണത്തിന് ശക്തി കൂട്ടി വരികയാണ്. തൊട്ടതെല്ലാം കുളമാക്കി വെച്ചിട്ടുള്ള വോട്ട് ജോലി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു. അതെല്ലാം വലിയ അപകടത്തിലേക്ക് പോവുകയും അത് നാറി വികൃതമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇപ്പം നമ്മുടെ KC വേണുഗോപാൽ ഹൈക്കമാൻഡാണ്, കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഹൈക്കമാൻഡാണ്. രാജ്യത്തെ കോൺഗ്രസിനെ മുഴുവൻ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഈ ചില കുരങ്ങന്മാരെ കഴുത്തിൽ കയറ് വിട്ടിങ്ങനെ സർക്കസുകാരോ അല്ലെങ്കിൽ തെരുവിൽ കൊണ്ടു നടന്ന് കളിപ്പിക്കുന്നവരുണ്ടല്ലോ, ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്നത് പോലെ KC വേണുഗോപാല് അതിൻ്റെ കഴുത്തിലൊരു ചരടിട്ട് പിടിച്ച് ചാടിക്കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി പ്രധാനമന്ത്രി. അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്നലെ KC വേണുഗോപാല് ഒരു പ്രസ്താവന ഉറക്കം പറഞ്ഞിരിക്കുന്നു. 2029 അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് 29 ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്ന്. നോക്കണേ, ഈ നശിച്ചു പോകുന്ന ചില പ്രസ്ഥാനങ്ങളിലെ ചില ഈ അവശേഷിക്കുന്ന ചില കാരണവന്മാർ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയും എന്ന് പറഞ്ഞതുപോലെയാണ് KC ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM-നകത്ത് ഒരു വിടുവായൻ കിളവൻ പറയുകയുണ്ടായല്ലോ, ഇന്ത്യയുടെ കരുത്ത് ഇടതുപക്ഷമാണ് പോലും മണ്ണാങ്കട്ട. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഈ രാഹുൽ ഗാന്ധിക്ക് ഒന്നുകൂടെ ആവേശം കൊടുത്തിരിക്കുകയാണ് ഈ KC വേണുഗോപാൽ. 2029 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കയറിയിരിക്കുമെന്ന്. അപ്പൊ ഭാവി എന്നുള്ളത് തീരും 29 എന്നാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ അവസാനിപ്പിക്കുന്നില്ല, കേരളത്തിൽ 25 കൊല്ലം UDF ഭരണം തുടരും. 25 കൊല്ലം. 25 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു 1/4 നൂറ്റാണ്ട്. ഈ KC വേണുഗോപാൽ ഒരു കാര്യം ഓർക്കുക, എന്തായാലും ഒരു തവണയും കൂടെ UDF അധികാരത്തിൽ ഉണ്ടാവും കേരളത്തിൽ. കാരണം CPM ഇല്ലാതായി, BJP കയറി വരണം. 3-ൽ നിന്ന് അവർ 90-ൽ എത്തണം. അതിനൊരല്പസമയം കൂടി വേണം. അവരാണെങ്കിലോ അധികാരത്തിൽ വരണമെന്നല്ല, അവർക്ക് മത്സരിക്കുക, കീശ വീർപ്പിക്കുക. കാരണം വലിയ ധനവാന്മാരായിട്ടുള്ള, ധനസമ്പത്തുള്ള ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് 31-ൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. 36-ൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഏറിയാൽ ഒരു തവണയും കൂടെ UDF അധികാരത്തിൽ. ചുമ്മാ 25 വർഷമൊന്നും അങ്ങ് പറയണ്ട.
എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വന്ന് നിന്ന് മത്സരിക്കാം. ഇടയ്ക്ക് നോർത്തിലേക്ക് പോയല്ലോ വീണ്ടും. പക്ഷെ അടുത്ത 29 എനിക്ക് തോന്നുന്നു അവിടെ ഗതി വരുത്തില്ല. പ്രിയങ്കയ്ക്ക് കൂടി 29 കേരളത്തിൽ ഒരു മണ്ഡലം കൂടി കണ്ടെത്തണം. കാരണം ഈ ചെക്കനും പെങ്ങളും കൂടി ഇങ്ങനെ കേരളത്തിൽ വരും. 2 മണ്ഡലം ഇവർക്ക് വേണ്ടി മാറ്റിക്കൊടുക്കണം. വയനാട് പിന്നെ ഉറപ്പാണ്. അതുപോലെ കോൺഗ്രസിന് ഉറപ്പായ ഒരു മണ്ഡലം കൂടി കൊടുക്കും. അപ്പൊ 29 അതിമോഹത്തോടുകൂടി വന്നിരിക്കുകയാണ്. ഈ KC വേണുഗോപാല് രാഹുലിനോട് എന്ത് പറഞ്ഞാലും അതുപോലെ കേട്ടോളും കേട്ടോ. പൊട്ടക്കിണറ്റിൽ ചാടാൻ പറഞ്ഞാലും ചാടും. ഈ പാർലമെന്റിൽ പോലും നേരെ ചൊവ്വേ ഹാജരായിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി. ഒരു പാർലമെന്റ് നടപടിക്രമം എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അച്ഛൻ അപ്പൂപ്പന്മാരും എല്ലാവരും പാർലമെന്റിനകത്തൂടെ ജീവിച്ചവരാണ്. ഒരു വീട്ടിനകം തന്നെ അത്തരത്തിലുള്ള ഒരു പാർലമെന്ററി നടപടികളുടെ കാര്യങ്ങളിൽ സംസാരവും ഒക്കെ ആയിട്ടുള്ള ഒരു ഭവനമായിരുന്നല്ലോ. എന്നിട്ട് അവിടെ നിന്ന് പോലും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലായിരുന്നു. അപ്പൊ എന്താണ് പാർലമെന്റ് നടപടികൾ? ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കേണ്ടത് ഏത് തരത്തിലാണ്? ഒരു പ്രതിപക്ഷ നേതാവ് ഏതു തരത്തിലായിരിക്കണം? ഇന്നേ വരെ ഏതെങ്കിലും ഒരു മികച്ച പ്രസംഗം രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് സഭയിൽ കാതോർത്തിരുന്നോ? നിങ്ങൾ ശശി തരൂരിനെ ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കൂ. അത് ചെയ്യത്തില്ല. കാരണം ഇവർക്ക് എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ ഇവർ പറയുന്നതനുസരിച്ച് ചാടി നടക്കുന്ന ആളെ വേണം. അതാണല്ലോ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണെങ്കിലും എന്താ പണി? സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ അവിടുത്തെ കുശിനിക്കാരനാണ്, ദേഹണ്ണക്കാരനാണ്. ഇടയ്ക്ക് പറയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുലും KCയും പറയും വാർത്താ സമ്മേളനമുണ്ട്, ഒരു പേപ്പർ എഴുതി കൊടുക്കും, അത് വായിക്കും. അല്ലാതെ ഈ മല്ലികാർജുൻ ഖാർഗെ എന്തിനോളാം? ചുമ്മാതാണോ കഴിഞ്ഞ ദിവസം എവിടെ പ്രസംഗിച്ചിട്ട് പോയപ്പോൾ ആ സംഘാടകർ പിന്നീട് യോഗം നടത്തേണ്ട സംഘാടകർ വന്ന് ശുദ്ധികലശം നടത്തി പോയത്? അപ്പൊ ഈ കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയൊക്കെയാണ്. ആ ഒരു സ്ഥാനത്തേക്ക് ഇവര് ശശി തരൂരിനെ പരിഗണിക്കുമോ? തരൂരിനെ പരിഗണിച്ചാൽ എന്തായിരിക്കും? തരൂരിന്റെ വഴികളിലൂടെ പോകും. കോൺഗ്രസ് അപ്പം നിലം മെച്ചപ്പെടും. നെഹ്റു കുടുംബത്തിനകത്തുനിന്ന് കോൺഗ്രസ് ഇറങ്ങി വരും. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പിടിവിട്ടുപോയി എന്ന് വരാം. അതുകൊണ്ടാണ് ഈ തരൂരിനെ പോലുള്ളവരിലേക്ക് കൈമാറ്റം നടത്താത്തത്. മുമ്പ് 23 പേരുള്ള ഒരു സംഘം രൂപീകൃതമായല്ലോ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തില്. ഇവരെല്ലാം പിന്നീട് പല വഴിക്ക് പോയി എന്നുള്ളതാണ്. ഒന്നും നടക്കത്തില്ല എന്നുള്ളത്. KC വേണുഗോപാല് പിന്നെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കിയിട്ടേ അടങ്ങൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. KC വേണുഗോപാലിന് കൃത്യമായിട്ട് അറിയാൻ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന്. എന്നാലും ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. ഈ ആടിനെ ഇങ്ങനെ പ്ലാവില കാട്ടി കൂട്ടിക്കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം KC വേണുഗോപാലിന് ഇവിടെ മുഖ്യമന്ത്രി പദവി ഇത്തവണ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. എന്നിട്ട് കേരളത്തിലേക്ക് പോരാനുള്ള കണക്കുകൂട്ടലായിരുന്നു. കാരണം ഇനി അവിടെ ദേശീയ തലത്തിൽ നിന്നിട്ട് യാതൊരു ഗുണവുമില്ല, വെറുതെ തിര എണ്ണി കഴിയാവുന്ന മാത്രമേ ഉള്ളൂ. അവിടെ ഇനിയും BJPയുടെ ഒരു കാലം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നോക്കി നടന്നില്ല. ഇനിയിപ്പോ എന്താണ്? ഈ രാഹുൽ ഗാന്ധിയെ ഇട്ട് വട്ടം ചുറ്റിച്ച് ഭാവി പ്രധാനമന്ത്രി 2029 അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാവില കാട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കഴുത്തിൽ കയറിട്ടുകൊണ്ട് നടക്കുകയാണ് ഈ പപ്പു മോനെ എന്നുള്ളതാണ് ഭാവി പ്രധാനമന്ത്രി എന്നുള്ളതിന്. അപ്പൊ 2029 പ്രധാനമന്ത്രി ആക്കിക്കളയാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വലിച്ചുകൊണ്ട് നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.